സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ 2024 ഒരു നാഴികക്കല്ലാണ്. സ്വർണമെന്നത് ഇന്ത്യക്കാർക്ക് വെറുമൊരു ആഭരണമല്ല, സംസ്കാരവുമായി തന്നെ ബന്ധപ്പെട്ടതും പരമ്പരാഗതമായി ഏറെ വികാരത്തോടെ കാണുന്നതുമായ അമൂല്യ സമ്പത്താണ്. അതുകൊണ്ട് തന്നെ വില കാര്യമാക്കാതെ ആഘോഷങ്ങളിലൊക്കെ ഉത്സവകാലത്തും മറ്റും ഇന്ത്യക്കാർ സ്വർണം വാങ്ങിക്കൂട്ടാറുമുണ്ട്. ഇപ്പോഴത്തെ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകളും ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള അടുപ്പം എത്രയെന്ന് വ്യക്തമാക്കുകയാണ്. 2023 കണക്ക് പ്രകാരം ഇന്ത്യൻ സ്ത്രീകളുടെ കൈവശം ഏകദേശം 25,000 ടൺ സ്വർണമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇത് US, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ മുൻനിര രാജ്യങ്ങളുടെ ഔദ്യോഗിക കരുതൽ സ്വർണ്ണ ശേഖരത്തേക്കാൾ ഏറെ കൂടുതലാണത്രേ. 8,000 ടൺ മാത്രമാണ് US-ന്റെ കരുതൽ സ്വർണ്ണ ശേഖരം. ഇതിന്റെ 3 ഇരട്ടിയാണ് ഇന്ത്യയിലെ വീടുകളിലുള്ളത്. ലോകത്തെ മൊത്തം സ്വർണ്ണാഭരണത്തിന്റെ 11% ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജർമ്മനിക്ക് 3,300 ടണ്ണും ഇറ്റലിക്ക് 2,450 ടണ്ണും കരുതൽ സ്വർണ്ണ ശേഖരം മാത്രമേ ഉള്ളൂ. ഫ്രാൻസിന് 2,400 ടൺ, റഷ്യക്ക് 1,900 ടൺ. ഈ 5 രാജ്യങ്ങളുടെ ശേഖരം കൂട്ടിവച്ചാലും ഇന്ത്യൻ വനിതകളുടെ കൈവശമുള്ളത്ര സ്വർണമാകില്ല. US, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി എന്നിവയുടെയും രാജ്യാന്തര നാണയനിധിയുടെയും കൈവശമുള്ള സ്വർണം ചേർത്തുവെച്ചാലും ഇന്ത്യക്കാരുടെ സ്വർണ്ണശേഖരത്തിന്റെ അടുത്തെങ്ങും എത്തില്ല. ഇന്ത്യയിൽ സ്വർണത്തോട് കൂടുതൽ താല്പര്യം കാട്ടുന്നത് ദക്ഷിണേന്ത്യക്കാർ ആണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാടാണ് ഏറ്റവും മുന്നിൽ. ഇന്ത്യയിലെ മൊത്തം സ്വർണത്തിൽ 40% ദക്ഷിണേന്ത്യയിലാണ്. അതിൽ 28% തമിഴ്നാട്ടിൽ. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% മതിക്കുന്ന സ്വർണ്ണ സമ്പത്താണ് കുടുംബങ്ങളുടെ കൈവശമുള്ളത്. രാജ്യത്ത് സ്വർണത്തിന്റെ പ്രതിശീർഷ ഉപഭോഗം ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് അടുത്തിടെ വേൾഡ് ഗോൾഡ് കൗൺസിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതിദിനം 2,500 മുതൽ 3,000 കോടി സ്വർണ്ണാഭരണ വിൽപ്പന കേരളത്തിൽ നടക്കുന്നുണ്ട്. വാർഷിക വിൽപ്പന 1,00,000 കോടിയിലേറെ രൂപയും. വിവാഹിതയായ സ്ത്രീക്ക് പരമാവധി 500 ഗ്രാം സ്വർണം കൈവശം വയ്ക്കാനേ ഇന്ത്യയിലെ ആദായ നികുതി നിയമം അനുവദിക്കുന്നുള്ളൂ, അതായത് 62 പവനോളം അടുപ്പിച്ച്. അവിവാഹിതയെങ്കിൽ പരമാവധി 250 ഗ്രാം, അതായത് 31 പവൻ മാത്രം. അതേസമയം പുരുഷന് വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും പരമാവധി കൈവശം വയ്ക്കാവുന്നത് 100 ഗ്രാം, അതായത് 12 പവനോളം അടുപ്പിച്ചു മാത്രം. രേഖകളില്ലാതെ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ അളവാണിത്. ഇതിൽ കൂടുതൽ സ്വർണമുണ്ടെങ്കിൽ ഉറവിടം വ്യക്തമാക്കുന്ന വ്യക്തമായ രേഖയും സൂക്ഷിക്കണം. ഉദാഹരണത്തിന് സ്വർണം വാങ്ങിയ ബിൽ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തായി ലഭിച്ചതിന്റെ രേഖകൾ. 2024 മികച്ച റീട്ടേൺ നൽകിയ നിക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു സ്വർണം. യുദ്ധവും രാഷ്ട്രീയ മാറ്റങ്ങളും ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണാൻ തുടങ്ങി. ഇതോടെ വില സർവകാല റെക്കോർഡും കടന്ന് കുതിച്ചു. സ്വർണ്ണവിലയിൽ 27% വർധനവാണ് ഇക്കൊല്ലം ഉണ്ടായത്. 2025 സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കുകൾ 2025 കുറയ്ക്കുമെന്ന സൂചനകൾ. ലോകത്തെ വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധസമാന സാഹചര്യം, കേന്ദ്ര ബാങ്കുകൾ കൂട്ടത്തോടെ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത് തുടങ്ങിയ ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തലുകൾ.